ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരിദാസ് ഹെവനിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചേമ്പ് വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരു 4-5 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വേകാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ജീരകം, കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയുള്ള തൈരാണ് എടുക്കുന്നത്. ഒരു 3 വലിയ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചേർക്കാം. ഇതിന് വേണ്ടിയിട്ട് കറിവേപ്പില, കുഞ്ഞുള്ളി, കുറച്ച് ഉലുവ, കടുക്, വറ്റൽമുളക് ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് മോരുകറി റെഡി ആയിട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്